അസ്സലാമലൈക്കും, ഞാൻ മജീദാണ്. ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതിനെ തോന്നുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലം എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ പണിയാറി പോരുന്നു. അപ്പോൾ പണിയാറി പോകുന്നപ്പോൾ കണ്ടൊരു സംഭവമാണ്. അപ്പോൾ വേനൽക്കാലമാണ്. അപ്പോൾ ഈ വെള്ളം കിട്ടാത്ത ആൾക്കാരൊക്കെ അത് കണ്ടോട്ടേന്ന് കരുതിയിട്ടാണ്. ബായ് ഇടുക ബായാണ് ചെരുപ്പുറി. ഇത് കണ്ടില്ലേ, ഇതൊരു പാറയാണ്, ഇതൊരു പാറക്കുയ്യാണ്. ഈ പാറക്കുയിൽ കാലാകാലം വെള്ളം ഉണ്ടാവത്തില്ല. വെച്ചാൽ പിന്നെ മഴക്കാലത്തും ഉണ്ടാവും, വേനൽക്കാലത്തും ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഇതിൽ നിന്നാണ് ഇവിടുത്തെ ജനങ്ങൾ കുളിക്കൽ. ഇതാകട് ഓല് തിരുമ്പണ കല്ലാണിത്. കണ്ടില്ലേ, ഇതൊക്കെ തിരുമ്പണ കല്ലാണ്. കണ്ടില്ലേ, ഇതൊക്കെ തിരുമ്പണ കല്ലാണ്. അപ്പോൾ ഇത്ര പോകുന്ന ഈ ചെറിയ കുയിന്നാണ് ഇവിടുത്തെ ജനങ്ങൾ കുളിക്കൽ എന്നാണ് പറയുന്നത്. കാരണം ഈ സ്ഥലത്തിൻ്റെ അപ്പുറപ്പുറമൊക്കെ കുഴൽക്കിണർ വരെ കുത്തിയിട്ട് വെള്ളം കിട്ടണില്ല. എന്നിട്ട് ഈ പൊന്തി കിടക്കണ ഈ പാറക്കുയിൻ്റെ ഇവിടെ വെള്ളം കാലാകാലം വെള്ളം ഉണ്ടാവും. ഇതാണില്ലേ, ഇത് റോഡ് ബക്കാണ്. അതാണ് എൻ്റെ വണ്ടി, അത് റോഡാണ്. കണ്ടില്ലേ, ഇതാണ് ഞങ്ങൾ ബായ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം എന്താണോ, ഈ വേനൽക്കാലത്ത് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലൊന്നും വെള്ളം ഇല്ലെങ്കിൽ പിന്നെ സർക്കാരും അതേമാതിരി പഞ്ചായത്തും തന്നെ നിങ്ങളെ മറിഞ്ഞ് നോക്കണില്ലെങ്കിൽ ഇതേമാതിരി സ്ഥലങ്ങളുണ്ടാവും. ഇതേമാതിരി സ്ഥലത്ത് വന്നുകൊണ്ട് കുളിക്കാനും പറ്റും, കുടിക്കാനും പറ്റും. അതേമാതിരി ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോയാൽ തൂര് മാമ്പുവിൻ്റെ അടിയിൽ ഒരു ചോലുണ്ട്, പായ്പുല്ല്. അവിടെ പോയാലും മതി. അവിടെ പോയാലും തന്നെ കുടിക്കാനും പറ്റുന്ന വെള്ളം നിങ്ങൾക്ക് കിട്ടും. അത് തന്നെ റോഡ് സൈഡിലാണ്. അപ്പോൾ ഇതേമാതിരി വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ കണ്ടോട്ടേന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തുകൊണ്ട് നിങ്ങളെ മുന്നിൽ കാണിച്ച് തരുന്നത്. എന്നുവെച്ചാൽ ചൂടുകാലമാണ്, കൊടൂര ചൂടാണ്. ഇന്ന് ഞങ്ങൾ പടവ് കഴിഞ്ഞിട്ടാണ് ഞാൻ ബായിക്ക് വരുന്നത്. കൊടൂര ചൂടാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുളിച്ചിട്ടാണ് ഞങ്ങൾ പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ ബായിനെയും കാണിച്ചു തരാം. കണ്ടല്ലേ, നല്ല തണുപ്പില്ല വെള്ളമാണ്, നല്ല തണുപ്പില്ല വെള്ളമാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിങ്ങനെ ഇതിൽ കാണിച്ചു തരാൻ കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഞാൻ നുണ പറയുകയാണെങ്കിൽ കരുതും. നല്ല തണുപ്പില്ല വെള്ളമാണ്. ബായി ഒന്നും കാണിച്ചു കൊടുത്താൽ വെള്ളം കൂടി കാണിച്ചു കൊടുത്താൽ. കണ്ടില്ലേ, നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇതിലേക്ക് ഇറങ്ങിയാൽ ഒരാൾ ഇതിൽ പിന്നെ ഈ വെള്ളത്തിൽ ഒരാൾ കൊള്ളും. അത്രക്കായുണ്ട്. എന്നുവെച്ചാൽ ഒരാൾക്ക് താഴ്ചല്ലേ കുയ്യാണിത്. ഞാൻ ഈ വെള്ളം കിട്ടുന്ന സ്ഥലം എവിടെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. ഈ വെള്ളം കാളികാവുന്ന് അടക്കാക്കുണ്ടിക്കൊണ്ട് പോന്നിട്ട് അടക്കാക്കുണ്ടെന്ന് വെച്ചാൽ ഹൈസ്കൂളും കഴിഞ്ഞിട്ട് പോന്നിട്ട് 70 ഏക്കർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് പോകുന്ന വെച്ചാൽ റോട്ടിൽ കൂടി കുറച്ചിട്ട് പോന്നാൽ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. എന്നുവെച്ചാൽ പിന്നെ ഏത് വേനൽക്കാലത്തും ഏത് കൊട്ട വേനൽക്കാലത്തും ഇതേമാതിരി വെള്ളം ഉണ്ടാകുത്തരെ. ഇതാണ് എൻ്റെ ബായ്, എൻ്റെ ഹെൽപ്പർ ബായ്. അപ്പോൾ ബായ് വെച്ചാൽ ഇലക്ഷനായിട്ട് എന്നാ പോണത് 23 ബംഗാൾക്ക് പോവുകയാണ്. കാരണം ബംഗാൾക്ക് പോകാൻ കാരണം എന്താ അറിയോ, ഇപ്പോൾ വെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ഇത് കൊടുത്തിട്ട് പൗരത്വ ബില്ല് കൊടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി. അപ്പോൾ അത് പേടിച്ചിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അല്ലേ. അത് പേടിച്ചിട്ട്. ഇപ്പോൾ ബായ് എന്ന പാർട്ടി വെച്ചാൽ മമതാ ബാനർജി ആണോ, BJP ആണോ, കോൺഗ്രസ് ആണോ, അതോ CPM ആണോ? CPM. അപ്പോൾ ബായ് CPM അത്രേ. ബായ് CPM-നോട് വോട്ട് കൊടുത്താൽ ജയിക്കുമോ? അപ്പോൾ CPM-ന് വോട്ട് കൊടുത്താൽ ജയിക്കുമെന്നാണ് ബായി പറയുന്നത്. അപ്പോൾ ഇതേമാതിരി വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇതേമാതിരി സ്ഥലത്തൊക്കെ പോയാൽ മതി. എന്നുവെച്ചാൽ നിങ്ങളെ സർക്കാരും പഞ്ചായത്തും നിങ്ങളെ തിരിഞ്ഞ് നോക്കണില്ലെങ്കിൽ ഇതേമാതിരി സ്ഥലത്തൊക്കെ പോയാൽ മതി. അതുകൊണ്ടാണ് ഈ വീഡിയോസിൽ ഈ വീഡിയോസിൽ ഈ സ്ഥലം ഞാൻ കാണിച്ച് തരാൻ. ഇന്നത്തെ പണി ഇവിടെയെന്നു ഇന്ന് പുടുത്തം ചൂടേന്നു, അത്രയും പുടുത്തം ചൂടേന്നു. അപ്പോൾ വെള്ളം കിട്ടാത്ത ആൾക്കാരൊക്കെ ഇതേമാതിരിയൊക്കെ വെള്ളമുള്ള സ്ഥലത്തേക്കൊക്കെ പോവുക. അല്ലാതെ നമ്മൾ കാട്ടുക.